ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം 5 നമ്മൾ കടക്കുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ അധ്യായത്തിൽ ഋഷഭദേവൻ പുത്രന്മാരോടൊപ്പം രാജ്യം ചുറ്റി സഞ്ചരിക്കവേ ബ്രഹ്മാവർത്തം എന്ന പ്രദേശത്തെത്തുകയും അവിടെ ബ്രഹ്മർഷിമാരുടെ ഒരു സഭയിൽ വെച്ച് തൻ്റെ മക്കൾക്ക് എന്നതുപോലെ ഈ ലോകത്തിലെ ജനങ്ങൾക്കായിട്ട് ചില ഉപദേശങ്ങൾ, ചില കാര്യങ്ങൾ പറഞ്ഞു. ആ ഋഷഭദേവൻ്റെ ഉപദേശം എന്താണ് എന്നാണ് ഈ അധ്യായം 5 പറയുന്നത്. അതായത് അതിൽ പ്രധാനമായിട്ടുള്ള അതിൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇണചേരുക, ഈ 3 മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും സകലർക്കും, സകല ജീവസത്തകൾക്കും ഉള്ളതാണ് ഇവയെല്ലാം. അതായത് ഇന്ദ്രിയ സുഖം, ഇന്ദ്രിയങ്ങൾക്ക് നല്ല നല്ല ഭക്ഷണം കഴിക്കുക, സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുക, ഇണചേരുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ, എല്ലാ ജീവന്മാർക്കും ഒരുപോലെ ഉള്ളതാണ്. എന്നാൽ മറ്റുള്ള മൃഗങ്ങൾ, പക്ഷി മൃഗാദികളിൽ നിന്നൊക്കെ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അവന് ഇതിന് ഉപരിയായിട്ട് ഒരു ബുദ്ധി വൈഭവം, പ്രചോദിതമായി ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി വൈഭവം മനുഷ്യനുണ്ട്. മനുഷ്യനെ മറ്റുള്ള സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കി അങ്ങനെ വരുത്താൻ കാരണം മനുഷ്യജന്മത്തിന് മാത്രമേ മുക്തിക്ക് യോഗ്യമാകുന്ന രീതിയിൽ മോക്ഷം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ആ രീതിയിൽ കർമ്മം ചെയ്യാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ജന്മത്തിൻ്റെ പുണ്യം കൊണ്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അങ്ങനെ ഒരു മനുഷ്യനായി ജനിച്ചിട്ട്, ഈ ഭൂമിയിൽ ജനിച്ചിട്ടും ശരീരസുഖത്തിന് വേണ്ടി, സുഖമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രം കർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ ആ മനുഷ്യനും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? മൃഗങ്ങളും അതിനു വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്, ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഇണചേരാനും. അപ്പോൾ മനുഷ്യനും മൃഗവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് മൃഗത്തിന് തുല്യമായി ജീവിക്കുന്നത് പോലെ ആയിരിക്കും അത്. അങ്ങനെ നിങ്ങൾ ജീവിക്കരുത്. അതാണ് ഇവിടെ ഋഷഭദേവൻ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ശ്ലോകം 1 കടക്കാം. ശ്ലോകം 1. ഋഷഭ ഉവാച. ഋഷഭദേവൻ പറയുന്നു: ന അയം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം തു അനന്തം. ഋഷഭദേവൻ പറയുകയാണ്, നൃലോകേ, ഈ മനുഷ്യലോകത്തിൽ, ദേഹഭാജാം, ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചവരുടെ ദേഹോ എന്ന് വെച്ചാൽ ഈ ശരീരം എന്ന് പറയുന്നത്, അയം ദേഹോ, ഈ ശരീരം എന്ന് പറയുന്നത്, കഷ്ടാൻ കാമാൻ, കഷ്ടതകൾ വരുത്തുന്ന ആഗ്രഹങ്ങളെ, അതായത് പിന്നീട് ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ സന്തോഷമായിരിക്കും, പിന്നീട് അത് മനുഷ്യന് ദുഃഖത്തിന് കാരണമാവുന്നു. അപ്പോൾ ഭാവിയിൽ ദുഃഖത്തിന് കാരണമാകുന്ന ആഗ്രഹങ്ങളെ നേടിയെടുക്കുക, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ ന അർഹതേ, അതിനു മാത്രമുള്ളതല്ല ഒരു മനുഷ്യ ശരീരം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചു വരുന്നവൻ, അവൻ്റെ ആ ശരീരം എന്ന് പറയുന്നത് ഈ ഭൗതിക സുഖങ്ങൾ നേടിയെടുക്കാൻ, ഭാവിയിൽ ദുഃഖത്തിന് കാരണമാകുന്ന ഭൗതിക സുഖങ്ങൾ നേടിയെടുക്കാൻ ന അർഹതേ, അതിനു മാത്രമുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ വിഡ്ഭുജാം യേ, ആരാണോ മലം തിന്ന് ജീവിക്കുന്ന കൃമികീടങ്ങൾ, അവരും മനുഷ്യനും തമ്മിൽ എന്ത് വ്യത്യാസം? മലം, അഴുക്ക് തിന്ന് ജീവിക്കുന്ന കൃമികീടങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇണചേരുക, അതല്ലേ ഇത്? അപ്പോൾ ഒരു മനുഷ്യൻ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എങ്കിൽ മനുഷ്യനും ആ കൃമികീടങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. പുത്രക, അല്ലയോ എൻ്റെ പുത്രന്മാരെ, ഋഷഭദേവൻ വിളിക്കുകയാണ്. അല്ലയോ എൻ്റെ പുത്രന്മാരെ, ആയതിനാൽ തപോ ദിവ്യം, നിങ്ങൾ ദിവ്യമായ തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
പോയി കാട്ടിൽ പോയി ഇരുന്ന് തപസ് ചെയ്യാനല്ല. തപസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കർമ്മം നിഷ്ഠയോടെ ഈശ്വരാർപ്പിതമായിട്ട്, ഭഗവാനാണ് ആ കർമ്മം ചെയ്യുന്നത് എന്ന ഭാവത്തിൽ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത് ഒരു തപസ്സായി എടുക്കുക. അങ്ങനെ ചെയ്താൽ ഏന, ഈ തപസ്സിനാൽ സത്വം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിത്തം ശുദ്ധേത്, പരിശുദ്ധമായി തീരും. കാരണം ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിൽ നിന്നാണ് കർമ്മത്തിൽ മാലിന്യങ്ങൾ, അഴുക്കുകൾ വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ വരുന്നു. അത് സാധിച്ചില്ലെങ്കിൽ പല പല വികാരങ്ങൾ അതിൽ നിന്നും ഉണ്ടാകുന്നു. അപ്പം ഞാനല്ല എന്ന ഭാവത്തിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു. യസ്മാത്, അതിലൂടെ തു അനന്തം, അതായത് അനന്തമായ അനശ്വരമായ ബ്രഹ്മസൗഖ്യത്തെ പ്രാപിക്കുന്നു. അപ്പോൾ മനുഷ്യലോകത്തിൽ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ അവന് ആ ശരീരം എന്ന് പറയുന്നത് പിന്നീട് ദുഃഖത്തിന് കാരണമാകുന്ന ഭൗതിക സുഖങ്ങൾ നേടിയെടുക്കാൻ മാത്രമുള്ളതല്ല. അത് വേണം. ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുഖമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റണം. പക്ഷെ അതിന് മാത്രമുള്ളതല്ല എന്ന് അറിയുക. അങ്ങനെ ജീവിക്കുന്നവർ കൃമികീടങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അവരും ഇതിനു വേണ്ടിയാണ്, ഈ സുഖത്തിന് വേണ്ടിയാണ് അവരും കൃമികീടങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെയായി തീരും മനുഷ്യജന്മം. അതുകൊണ്ട് എൻ്റെ പുത്രന്മാരെ, നിങ്ങൾ ഭഗവത് അർപ്പിതമായി കർമ്മം ചെയ്യുക എന്ന തപസ് അനുഷ്ഠിക്കൂ. കർമ്മമില്ലാണ്ട് മനുഷ്യന് പറ്റുമോ? എല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പം കർമ്മം ഭഗവത് അർപ്പിതമായി കർമ്മം ചെയ്യുക എന്ന തപസ് അനുഷ്ഠിക്കുക. അതിലൂടെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവും. അങ്ങനെ അനശ്വരമായ ബ്രഹ്മസൗഖ്യത്തെ, ആ പരമാനന്ദത്തെ നമുക്ക് അനുഭവിക്കാനും സാധിക്കും എന്ന് ഋഷഭദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ശ്ലോകം 2. മഹത് സേവാം ദ്വാരം ആഹുവിമുക്തേ തമോദ്വാരം യോഷിതാം സംഗി സംകം മഹാന്തഃ തേ സമചിത്താഃ പ്രശാന്ത വിമന്യവഃ സുഹൃദഃ സാധവഃ യേ. മഹത് സേവാം, മഹാത്മാക്കളായിട്ടുള്ള നിഷ്കളങ്ക ഭക്തന്മാരെ സേവിക്കുക. വിമുക്തേ, മോക്ഷത്തിനുള്ള ദ്വാരം, കവാടം, ആഹു, അതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ മോക്ഷത്തിലേക്കുള്ള കവാടം, വാതിൽ തുറക്കപ്പെടുന്നത് എപ്പോഴാണ്? നിഷ്കളങ്ക ഭക്തന്മാരായ മഹാത്മാക്കളെ, സജ്ജനങ്ങളെ സേവിക്കുന്നതാണ് മോക്ഷത്തിലേക്കുള്ള കവാടം. അവരുമായി സമ്പർക്കം നിർത്തുക, അവരുമായി ഒരു സമ്പർക്കത്തിൽ എപ്പോഴും ഇരിക്കുക, അവരെ സേവിക്കുക. അതാണ് മോക്ഷത്തിലേക്കുള്ള കവാടം എന്ന് പറയുന്നത്. ഇനി നരകത്തിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് തമോദ്വാരം എന്ന് വെച്ചാൽ നരകത്തിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് യോഷിതാം സംഗി സംകം. പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള ആ ലൗകിക ബന്ധം ആഗ്രഹിച്ച് വരുന്ന അങ്ങനെയുള്ള ആളുകളുമായി സമ്പർക്കത്തിൽ വരുന്നവർ, അവരോട് സംഘം ചേരുന്നവർ തമോദ്വാരം, നരകത്തിലേക്കുള്ള അതാണ് നരകത്തിലേക്കുള്ള കവാടം എന്ന് പറയുന്നത്. നരകം എന്ന് പറഞ്ഞാൽ അധോലോകങ്ങൾ, മോക്ഷം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഊർധ്വലോകങ്ങളിലേക്ക് എത്താം. ഭൂമിയിൽ ഇനി ഒരു പുനർജന്മം ഇല്ലാതിരിക്കുക. അധോലോകങ്ങളിൽ പോകുന്നവർ ആ പാപം തീരുമ്പോൾ വീണ്ടും ശരീരം കൊണ്ട് അത് അനുഭവിക്കാൻ വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു. അപ്പോൾ ഇതിപ്പോൾ പുരുഷന്മാരോടാണ് പറയുന്നതെങ്കിൽ സ്ത്രീകളോടുള്ള ആസക്തി കൊണ്ട് സ്ത്രീയുടെ പിന്നാലെ നടക്കുന്നവർ, അല്ലെങ്കിൽ അവരെ നടക്കുക, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നവരോട് കൂട്ടുകൂടുക, അങ്ങനെ ചെയ്താൽ അത് നരകത്തിലേക്കുള്ള കവാടമായി തുറക്കപ്പെടും. ഇനി സ്ത്രീകളോടാണ് പറയുന്നതെങ്കിൽ പുരുഷബന്ധം ആഗ്രഹിച്ച് ചെന്ന് അങ്ങനെയുള്ള സ്ത്രീകളുമായി കൂട്ടുകൂടിയ നടന്നാൽ അത് നരകത്തിലേക്കുള്ള കവാടമായിരിക്കും. മഹാന്തഃ തേ, ആരാണോ മഹാത്മാക്കൾ, ഇനി അവരുടെ ഗുണങ്ങളാണ് പറയുന്നത്. സമചിത്ത, എല്ലാവരെയും ഒന്നായി കാണുക, മനസ്സ് എപ്പോഴും തിദീക്ഷ. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട് ആ സമചിത്തത, അതായത് ഒരു തിദീക്ഷാഭാവം, എല്ലാത്തിലും മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക, ആ സമചിത്ത ഭാവം. പ്രശാന്ത, ശാന്തമായ ഭാവം. വിമന്യവ, കോപമില്ല, ഒന്നിനോടും കോപം, ദേഷ്യം എന്ന വികാരം പെട്ടെന്ന് വരില്ല. സുഹൃദഃ, എല്ലാവരോടും ഒരു മൈത്രി ഭാവം.
സാധവഹ യേ, ആരാണോ അങ്ങനെയുള്ള സജ്ജനങ്ങൾ, അവരാണ് മഹാന്തഹ, മഹാത്മാക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ മായി സംഘം ചേരുക, സമ്പർക്കത്തിലിരിക്കുക, എപ്പോഴും അവരെ സേവിക്കുക. അത് നമ്മളെ മോക്ഷത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടുന്നു. മറ്റ് ഈ ലൗകിക വിഷയങ്ങളോട് തൽപരരായവരുടെ പിന്നാലെ കൂട്ടുകൂടി നടക്കുന്നവർ, അങ്ങനെ നടന്നാൽ നരകത്തിലേക്കുള്ള കവാടമാണ് അവർ എത്തിച്ചേരുക എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 3. യേ വാ മയി ഈശേ കൃത സൗഹാർദ്ധാർത്ഥ ജനേഷു ദേഹംബരവാർത്തികേഷു ഗൃഹേഷു ജായ ആത്മജ രാധി മത്സു ന പ്രീതിയുക്ത യാവദാർത്ഥഃ ച ലോകേ. യേ, ആരാണോ, മയി ഈശേ, ഞാനാകുന്ന ഈശ്വരൻ. അപ്പോൾ ഋഷഭദേവൻ പറയുന്നത് ഞാനാകുന്ന ഈശ്വരനിൽ ആരാണോ കൃതസൗഹാർദ്ധാർത്ഥ, ആ സൗഹൃദ ഭാവത്തെ കാണുന്നത്, എന്നിൽ ഈശ്വരനാണ് എൻ്റെ സുഹൃത്ത്, ഭഗവാനാണ് എൻ്റെ സുഹൃത്ത്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിനെ. അവർ നമ്മളെ അടുത്ത് എന്ത് പറഞ്ഞാലും, അത് നമ്മളെ കുറ്റപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും, എൻ്റെ തെറ്റ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണെന്ന്. നമ്മളെ നല്ലത് പറയുകയാണെങ്കിൽ അതിലും സന്തോഷം. അവരെന്ത് പറഞ്ഞാലും നമുക്ക് വിശ്വാസമാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, നോക്കാൻ വേണ്ട. നമ്മളെ എന്താണെന്ന് നമുക്ക് അവരിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആത്മാർത്ഥ സുഹൃത്തിനെ പൂർണ്ണ വിശ്വാസമാണല്ലേ. അതുപോലെ ഈശ്വരനാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്. ആ പറഞ്ഞ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടല്ലോ, ഈശ്വരൻ അതിനൊരു വഴി എനിക്ക് കാണിച്ചു തരും എന്ന അടിയുറച്ച വിശ്വാസം, അത് എന്നിൽ ഉള്ളവരാണ് യഥാർത്ഥ സജ്ജനങ്ങൾ. അപ്പം നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ആ സജ്ജനങ്ങളെ സേവിക്കുമ്പോൾ മുക്തിക്കുള്ള, മോക്ഷത്തിനുള്ള വാതിൽ തുറക്കപ്പെടുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള സജ്ജനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നാണ് ഈ ശ്ലോകത്തിലും പറയുന്നത്. എന്നെ ഈശ്വരനായിരിക്കുന്ന, ഭഗവാനായിരിക്കുന്ന എന്നിൽ മൈത്രീഭാവമുള്ളവരായിരിക്കും, എന്നെ ആത്മാർത്ഥ ഏറ്റവും വലിയ സുഹൃത്തായി കാണുന്നവരായിരിക്കും ആ സജ്ജനങ്ങൾ. ഇനി അവരെ ദേഹംബരവാർത്തികേഷു, ശരീരബോധത്തിൽ മാത്രം, ആത്മസാക്ഷാത്കാരവും മുക്തിയും ഈശ്വരനും ഒന്നുമല്ല, ശരീരസുഖത്തിൽ മാത്രം തൽപരരായിരിക്കുന്ന ജനേഷു, ജനങ്ങളുമായിട്ട് അവർ സമ്പർക്കത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കില്ല അങ്ങനെയുള്ള സജ്ജനങ്ങൾ. അതുമാത്രമല്ല ഗൃഹേഷു, അവർക്ക് വീടുണ്ടാവും, ആ വീടിനകത്തും ജായ എന്ന് വെച്ചാൽ പത്നി, ആത്മജ മക്കള്, രാധി എന്ന് വെച്ചാൽ സമ്പത്ത്, മത്സു എന്നിങ്ങനെ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടാവും. പക്ഷെ ന പ്രീതിയുക്ത, അതിനോടൊരു മമത അവർക്ക് ഉണ്ടാവില്ല. വീടുണ്ടാവും, സ്ഥലം ഉണ്ടാവും, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സമ്പത്ത് സമ്പാദ്യം ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെ എൻ്റെയാണ്, ഞാൻ നേടിയതാണ്, എൻ്റെ സ്വന്തം എന്ന ഒരു മമത അവർക്ക് ഉണ്ടാവില്ല. ലോകേ, ഈ ഭൗതിക ലോകത്ത്, ഈ ലോകത്ത് യാവദർത്ഥഃ ച, ജീവിക്കാൻ വേണ്ട അർത്ഥം മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അതിലുപരി ഒരുപാട് പണമുണ്ടാക്കാൻ വേണ്ടി പണത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം അവർ ചെയ്യില്ല. ഈ ലോകത്തിൽ അവർക്ക് ജീവിക്കാൻ പണം എന്തായാലും വേണം, അതൊട്ടും വേണ്ട എന്ന് പറയില്ല. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടത് പണം, ഭക്ഷണം, അതിനെ മാത്രമേ അവർ ആഗ്രഹിക്കുള്ളൂ, അത് മാത്രമേ അവർ നേടാൻ ശ്രമിക്കുകയുള്ളൂ. അവർക്ക് വീടുണ്ടാവും, കുടുംബം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, മക്കള്, സമ്പാദ്യ, സ്ഥലമൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ എൻ്റെ സ്വന്തം എന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു മമത അവർക്കുണ്ടാവില്ല. ഇന്നലെ ആരുടെയോ കയ്യിലായിരുന്നു, ഇന്നിപ്പോൾ എൻ്റെ, നാളെ വേറെ ആരുടെയോ കയ്യിലേക്ക് പോകുന്നതാണ് ഈ വീടും സ്ഥലവും സമ്പാദ്യവും, അല്ലേ? നമ്മൾ പൈസ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. 1000 രൂപ ഇന്ന് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഇന്നലെ വേറെ ആരുടെയോ ആയിരുന്നു. എന്നിൽ നിന്ന് എന്തോ വാങ്ങിയപ്പോൾ അവരെനിക്കത് തന്നു. ഇനി നാളെ ഞാൻ എന്തെങ്കിലും വാങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ 1000 വേറെ ആൾക്ക് പോകും. അപ്പോൾ ഒന്നും ശാശ്വതമായി ഈ പണവും സ്ഥലവും, വീടോ ഇന്നലെ വേറെ ആരുടെയോ ആയിരുന്നു, ഇന്ന് നമ്മുടെയാണ് ആ സ്ഥലവും അതിലുള്ള വീടും. നാളെ അത് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകും ഇല്ല, നാളെ അത് വേറെ ആരുടെയോ കയ്യിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഒന്നും ശാശ്വതമല്ല. ഗ്രഹം, ഭാര്യ, ഇന്ന് ഈ ജന്മത്തിൽ എൻ്റെ ഭാര്യ ഇതാണെങ്കിൽ അടുത്ത ജന്മത്തിൽ വേറൊരാളായിരിക്കും ഭാര്യ. അപ്പോൾ
ഒന്നും ശാശ്വത, ഇതൊന്നും ഈ ഭൗതിക ലോകത്ത് കാണുന്നതൊന്നും, അത് പണമായാലും വീടായാലും സ്ഥലമായാലും ബന്ധങ്ങളാണെങ്കിലും ശാശ്വതമല്ല. അതിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ വിഡ്ഢികളാണ്. കാരണം അത് ശാശ്വതമല്ല എന്ന് തിരിച്ചറിയുക. അങ്ങനെയുള്ള സജ്ജനങ്ങൾ അവർ ഭഗവാനെ സുഹൃത്തായി കാണുന്നു. ഈ ശരീരസുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ടല്ലോ, ആ ഒരു ശരീരസുഖം മാത്രം തൽപരരായി ജീവിക്കുന്നവരോട് അവർ സമ്പർക്കം വെക്കില്ല. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ സേവിക്കുക. അവരുമായി സമ്പർക്കത്തിലിരിക്കുന്നവരുടെ മുന്നിലാണ് മോക്ഷത്തിൻ്റെ കവാടത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത്. ശ്ലോകം 4. നൂനം പ്രമത്തഃ കുരുതേ വികർമ്മ യത് ഇന്ദ്രിയ പ്രീതയേ ആവൃണോതി ന സാധു മന്യേ യദ ആത്മനഃ അയം അസൻ അഭി ക്ലേശത ആസദേഹഃ. നൂനം തീർച്ചയാണ്, പ്രമത്തഃ വിവേകം നഷ്ടപ്പെട്ട്, വികർമ്മ കുരുതേ കർമ്മം ചെയ്യുന്നു എന്ന്. ആര്? യത് എപ്പോഴാണോ, ഇന്ദ്രിയ പ്രീതയ എപ്പോഴാണോ ഒരാൾ ഇന്ദ്രിയങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല കാഴ്ചകൾ കാണണം, മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ കാണണം, നല്ലത് കേൾക്കണം, എല്ലാ സുഖങ്ങളും ശരീരസുഖങ്ങൾ അനുഭവിക്കണമെന്ന് ആവൃണോതി അതിനായി വിചാരിച്ച് അതിനായി പരിശ്രമിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ പ്രമത്തഃ വിവേകം നഷ്ടപ്പെട്ട്, വികർമ്മം ചെയ്യാൻ പാടില്ലാത്ത കർമ്മം, ആ കർമ്മത്തെ കുരുതേ നൂനം തീർച്ചയായും അനുഷ്ഠിക്കാം. സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നമ്മൾ വിവേകം നഷ്ടപ്പെട്ടിട്ട് ആ ഒരു ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരായിരിക്കും, വികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും തീർച്ചയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ആത്മീയ ഗുരുക്കന്മാർ പറയാറുള്ളത്, ഈശ്വര ചിന്ത, ആത്മീയത എന്ന് പറയുന്നത് വാർദ്ധക്യകാലത്തിൽ കൊണ്ടുവരേണ്ടതല്ല, കർമ്മമൊക്കെ പൂർത്തിയായിട്ടല്ല അത് കൊണ്ടുവരേണ്ടത്. കർമ്മം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപേ അതറിയണം. അതാണ് മുന്നേയുള്ള യുഗങ്ങളിൽ ആദ്യം തന്നെ ബ്രഹ്മചര്യം പറയുന്നത്. ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ ഈ ആത്മീയ ചിന്തയെ കൊണ്ടുവന്നാലേ ഗൃഹസ്ഥാശ്രമം മുതൽ കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ഒരു മനസാങ്കല്പത്തിൽ നിന്നുകൊണ്ട്, ഈ ഒരു ആത്മീയ ചിന്തയിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് കർമ്മക്കണക്ക് കുറയുള്ളൂ, അപ്പോഴാണ് കർമ്മം ശമിക്കുകയുള്ളൂ. അപ്പോഴാണ് കർമ്മം ശമിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അതാണ് ആത്മീയമായ അറിവ് ചെറുപ്പത്തിലേ നേടണം എന്ന് പറയുന്നത്. അങ്ങനെ നേടുമ്പോഴാണ് ഗൃഹസ്ഥാശ്രമവും അതിനെ തുടർന്ന് വാനപ്രസ്ഥവും ഒക്കെ ഈശ്വര ചിന്തയിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യാനും, അപ്പോൾ കർമ്മം ശമിച്ചാൽ മാത്രമേ ഏവർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. കർമ്മം ശമിക്കാതെ, കർമ്മം അടങ്ങാതെ ആർക്കും ആ ഒരു മോക്ഷത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. കർമ്മം അടങ്ങണമെങ്കിൽ കർമ്മസൂത്രം പ്രയോഗിക്കണം. ആ കർമ്മസൂത്രം എന്താണെന്ന് പഠിക്കുന്ന കാലത്ത്, ബ്രഹ്മചര്യ കാലത്ത് തന്നെ അറിയണം. അതുകൊണ്ടാണ് ആത്മീയമായ അറിവ് ചെറുപ്പത്തിലേ നേടണം എന്ന് പറയുന്നത്. അപ്പോഴാണ് ആ അറിവിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യാനും, അങ്ങനെ കർമ്മങ്ങളുടെ കണക്ക് കുറച്ചാൽ എടുക്കുന്ന ജന്മങ്ങളുടെ എണ്ണം കുറയുന്നു, മോക്ഷത്തെ പ്രാപിക്കാൻ കഴിയുന്നു. കർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞ് വയസ്സാം കാലത്ത് ആത്മീയതയുടെ പിന്നാലെ പോയിട്ട് കാര്യമുണ്ടോ? ഉള്ള കർമ്മം മുഴുവനും ഞാൻ എന്ന ശരീരബോധത്തിൽ നിന്ന് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്ക് തീർക്കാൻ പല പല ജന്മങ്ങളെ സ്വീകരിക്കേണ്ടതായി വരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, കർമ്മം ഈ സുഖമായി ഈ ഭൂമിയിൽ ജീവിക്കണം എന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് വിചാരിച്ച് പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ, എപ്പോഴാണോ അങ്ങനെ തുടങ്ങുന്നത് അന്ന് തൊട്ടേ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ന സാധു മന്യേ യഥ ആത്മനഃ അയം. യഥാ എന്തുകൊണ്ടാണോ ഈ ശരീരം എനിക്ക് കിട്ടിയത്, എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരം കിട്ടിയത്? മുൻജന്മത്തിലെ കർമ്മം കൊണ്ടാണ് ഒരു മനുഷ്യ ശരീരം നമുക്ക് കിട്ടുന്നത്. ആ ശരീരം കൊണ്ട് ആത്മനഃ തനിക്ക്, അയം ഈ ശരീരം, അസൻ അഭി താൽക്കാലികമായിട്ടാണ്. കാരണം ശാശ്വതമാണോ മനുഷ്യ ശരീരം? അല്ല, താൽക്കാലികമായിട്ട് ഒരു മനുഷ്യ ശരീരം കിട്ടിയെങ്കിൽ പോലും ദേഹ ആ ശരീരം കൊണ്ട് ക്ലേശത അസ ഒരുപാട് ക്ലേശങ്ങളെ നേടിത്തരുന്ന ആ ശരീരം കൊണ്ട് അതിലിരുന്ന് ഒരുപാട് ഈ ശരീരസുഖത്തിന് വേണ്ടി, ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്തുകൊണ്ട് എന്താ സംഭവിക്കുക? സാധു ന മന്യേ അടുത്ത ഒരു ശരീരം സ്വീകരിക്കാനുള്ള വഴി ഇവിടെ ഉണ്ടാക്കി വെച്ചു. അത് ന മന്യേ അത് നല്ലതായിട്ട് ഞാൻ കരുതുന്നില്ല എന്നൊന്ന് മനസ്സിലായ? ന മന്യേ ഞാൻ കരുതണില്ല അത് നല്ലതാണെന്നൊന്നും, സജ്ജനങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് കർമ്മം ആ ഒരു സുഖത്തിന് വേണ്ടി,
ഈശ്വരചിന്തയൊന്നുമില്ലാതെ ഭൗതിക സുഖത്തിന് വേണ്ടി നാലാളുകളുടെ മുന്നിൽ വലിയവനായി നടക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തുടങ്ങുന്ന ആ ചിന്തയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വികർമ്മം തന്നെയായിരിക്കും നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഏതോ ജന്മത്തിലെ പുണ്യം കൊണ്ടാണ് ഇപ്പോൾ ഒരു മനുഷ്യജന്മം കിട്ടിയത്. താൽക്കാലികമായി കിട്ടിയ ഈ ഒരു മനുഷ്യജന്മം കൊണ്ട് വീണ്ടും ഇത്തരം കർമ്മങ്ങൾ, ഭൗതിക സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ ആ ശരീരം കൊണ്ട് കുറേ ക്ലേശങ്ങൾ അനുഭവിക്കുക എന്ന് മാത്രമല്ല, അടുത്ത ഇനിയും ഒരുപാട് ശരീരങ്ങളെ സ്വീകരിക്കാനുള്ള കർമ്മക്കണക്ക് ഇവിടെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. അത് ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് പറഞ്ഞത്. ശ്ലോകം 5. പരാഭവ താവത് അബോധജാതഃ യാവത് ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാഃ താവത് ഇദം മനോ വൈ കർമാത്മകം യേന ശരീരബന്ധഃ. പരാഭവം എന്ന് വെച്ചാൽ ദുരിതമുണ്ടാക്കുക, താവത് എന്ന് വെച്ചാൽ അത്രയും കാലം, അബോധജാതഃ അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്താൽ, യാവത് എന്ന് വെച്ചാൽ എപ്പോഴാണോ ന ജിജ്ഞാസത അറിയാൻ, ജിജ്ഞാസ ആഗ്രഹിക്കുക, അറിയാൻ, ന ജിജ്ഞാസത എന്ന് വെച്ചാൽ അറിയാൻ ആഗ്രഹിക്കാതിരിക്കുക, ആത്മതത്വം ഞാൻ ആരാണ് എന്ന ആത്മതത്വത്തെ എപ്പോൾ മുതൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ലയോ താവത് അപ്പോൾ മുതൽ അബോധജാതഃ അജ്ഞാനത്തിൽ നിന്ന് നമ്മൾ കർമ്മം ചെയ്ത് പരാഭവ ദുരിതത്തെ അനുഭവിക്കും. ഞാൻ മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയുന്ന ഈ ഞാൻ ആരാണ്? ഇപ്പം നമ്മളെപ്പോഴും പറയില്ലേ ഇതെൻ്റെ ശരീരമെന്ന്. അപ്പോൾ ഈ ശരീരത്തിന് ഉടമയായിരിക്കുന്ന ആ ഞാൻ ആരാണ് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്ത് അതിൻ്റെ ദുരിതങ്ങളെ അനുഭവിക്കും. യാവത് അങ്ങനെ ഈ ശരീരമാണ് ഞാൻ എന്ന ബോധത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ താവത് ആ കർമ്മങ്ങൾ കൊണ്ട് മനോവൈ നമ്മുടെ മനസ്സ് കർമാത്മകം കർമ്മം ചെയ്യുന്നു. അല്ലേ? നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിന് മുൻപേ മനസ്സുകൊണ്ട് ആ കർമ്മം ചെയ്തു കഴിഞ്ഞു. അതിനുശേഷമാണ് ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നത്. യേന അതിനാൽ ശരീരബന്ധ ആ ശരീരത്തിന് ബന്ധനം വരുന്നു. മനസ്സ് അടങ്ങണില്ല. ഞാൻ എന്ന ഭാവത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്നറിയണില്ല. ഈ കാണാൻ കഴിയുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഈ ശരീരം ഇതാണ് ഞാൻ എന്ന് കരുതി കർമ്മം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് ആ കർമ്മം ചെയ്യുന്നതിന് മുൻപേ ആ മനസ്സ് ആ കർമ്മത്തെ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ മനസ്സ് കർമ്മം ചെയ്യുന്നു, ശരീരവും കൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നു. തത്ഫലമായിട്ട് ആ ശരീരത്തിന് ബന്ധനം വരുന്നു. എപ്പോഴാണോ മനസ്സ് കർമ്മം ചെയ്യാതിരിക്കുന്നത്, അതായത് മനസ്സടങ്ങുന്നത്, അതായത് ഈശ്വര സങ്കല്പത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ എന്ന ഭാവം ഇല്ലാതെ വരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അവൻ മുക്തിക്ക് യോഗ്യനായി തീരുന്നത്. അതുവരെ ഞാൻ എന്ന ഭാവത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ശരീരത്തിന് അത് ബന്ധനമാകുന്നു. അതാണ് പുനർജന്മത്തിന് കാരണമാകുന്നത്. കാരണം ആ കർമ്മങ്ങൾ വീണ്ടും തീരണം. അതിനാണ് പിന്നെയും കർമ്മം ചെയ്യാനാണ് അടുത്ത ശരീരം കിട്ടുന്നത് എന്നർത്ഥം. ശ്ലോകം 6. ഏവം മനഃ കർമ്മവശം പ്രയുക്തേ അവിദ്യയാ ആത്മനി ഉപദീയമാനേ പ്രീതിഃ ന യാവത് മയി വാസുദേവേന മുച്യതേ ദേഹയോഗേന താവത്. ഏവം ഇപ്രകാരം മനസ്സ് കർമ്മം ചെയ്യുമ്പോൾ വശം പ്രയുക്തേ ഇങ്ങനെ മനസ്സ് കർമ്മത്തിന് വശംവദമാകുന്നു. മനസ്സ് ശരീരം കൊണ്ട് കർമ്മം ഞാൻ എന്ന ഭാവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ മനസ്സ് കർമ്മത്തിന് വശംവദമാകുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആ കർമ്മം ചെയ്തു, നമ്മളെപ്പോഴും പറയില്ലേ ഞാൻ ചെയ്തു, ഞാൻ നേടി, ഞാൻ സമ്പാദിച്ചു, ഞാൻ ദുഃഖിച്ചു, ഞാൻ പ്രവർത്തിച്ചു, ഞാൻ കരഞ്ഞു, ഞാൻ സന്തോഷിച്ചു, എനിക്ക് വേണം, എൻ്റേതാണ്. ഇതൊക്കെ മനസ്സ് ചെയ്യുന്ന ഈ ചിന്തകളാണ് മനസ്സ് ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെ മനസ്സ് കർമ്മത്തിന് വശംവദമാകുന്നു. അവിദ്യയ അജ്ഞാനത്താൽ ആത്മനി അതായത് ആത്മാവ് എന്ന ബോധത്തെ ഉപദീയമാന മൂടപ്പെടുന്നു. ഇങ്ങനെ അജ്ഞാനത്താൽ ഞാൻ യഥാർത്ഥത്തിൽ ഈ ശരീരമല്ല ആത്മാവാണെന്ന ബോധം അവിടെ മറയ്ക്കപ്പെടുമ്പോൾ ആ മനസ്സ് ഒരുപാട് കർമ്മങ്ങൾക്ക് വശംവദമാകുന്നു. ആത്മാവാണ് ഞാനെന്ന സങ്കല്പം വരുമ്പോൾ മനസ്സടങ്ങുന്നു. ആത്മാവാണ് ഞാനെന്ന ആത്മതത്വം മറയ്ക്കപ്പെടുമ്പോൾ അജ്ഞാനത്തിൽ മായയിൽ ഈ ശരീരമാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ആത്മജ്ഞാനം മറയ്ക്കപ്പെടുന്നു. അതോടെ മനസ്സ് ഒരുപാട് കർമ്മങ്ങൾക്ക് അടിമയാകുന്നു, അതായത് കർമ്മം ചെയ്യുന്നു എന്നർത്ഥം.
യാവത് എപ്പോഴാണോ മയി വാസുദേവ ഞാനാകുന്ന വാസുദേവനിൽ ന പ്രീതി ഒരു പ്രീതിയില്ലാതാകുന്നത്, അപ്പോൾ താവത് അത്രയും കാലം ദേഹയോഗേന ഈ ഭൗതിക ശരീരം ബന്ധനത്തിൽ നിന്നും ന മുച്ഛതേ മുക്തനാകുന്നില്ല. എപ്പോൾ ആ ഞാനാകുന്ന ഈശ്വരനിൽ ഒരു പ്രീതി, ആ ഭഗവാനിൽ ഒരു പ്രീതി, പ്രകൃതിയെ അറിയാതിരിക്കുന്നത്, ആ ശക്തിയെ അറിയാതിരിക്കുന്നത്, ആ ഈശ്വരനിൽ ഒരു പ്രീതി ഇല്ലാതിരിക്കുന്നത്, അത്രയും കാലം ശരീരത്തിന് ബന്ധനം തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. അതിൽ നിന്നൊരു മുക്തി സംഭവിക്കുന്നില്ല. ഈശ്വരനാണ് സകല ചലനത്തിനും കാരണമെന്ന് തിരിച്ചറിയുന്നിടത്ത് ആ അറിവിലേക്ക് വന്ന് ആ അറിവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരീരത്തിൻ്റെ ഈ ഒരു ബന്ധനത്തിലെ ഈ കെട്ടിൽ നിന്നും ശരീരം മുക്തമാകുന്നത്. അതുവരെ ഇങ്ങനെ പല പല ശരീരങ്ങൾ എടുത്ത് ഈ ഭൂമിയിൽ ജനിച്ചും മരിച്ചും പോയിക്കൊണ്ടിരിക്കും. ശ്ലോകം 7. യഥാ ന പശ്യതി അയഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്ചിത് ഗതസ്മൃതി വിന്ദതി തത്ര താപാൻ ആസാദ്യ മൈഥുന്യ അകാരം അജ്ഞഃ. സ്വാർത്ഥേ ഈ സ്വാർത്ഥമായ ചിന്തയിൽ, അതായത് ശരീരമാണ് എൻ്റെ ഞാൻ എന്ന ചിന്തയിൽ നിന്ന് പ്രമത്ത മൂഢന്മാരായി ജീവിക്കെ സഹസ പെട്ടെന്ന് വിപശ്ചിത് കുറച്ചൊരു ആത്മാവിനെ കുറിച്ചും ഈശ്വരനെ കുറിച്ചൊക്കെ കുറച്ചൊരു അറിവ് കിട്ടുന്നു. അങ്ങനെ കിട്ടിയാൽ പോലും ഗുണേഹാം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മം അയത മിഥ്യയാണെന്ന് ന പശ്യതി കാണാതിരിക്കുകയാണെങ്കിൽ, എപ്പോഴാണോ എത്ര കാലം അങ്ങനെ കാണാതിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സ്വാർത്ഥ ചിന്തയിൽ കഴിയുമ്പോൾ മറ്റു പല ഗുരുക്കന്മാരിൽ നിന്നൊക്കെ കേട്ടും അറിഞ്ഞും യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്താണെന്ന് ഇങ്ങനെ അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റണില്ല. ജീവിക്കുന്നത് സുഖത്തിന് വേണ്ടി, ശരീരസുഖത്തിന് വേണ്ടി, ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുമ്പോൾ അങ്ങനെ അതൊരു മിഥ്യയാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നത് ഒരു മിഥ്യയാണ് എന്ന് കാണാതെ, എന്ന് മനസ്സിലാകാതെ ഇരിക്കുന്നത് എത്ര കാലമാണോ അത്രയും കാലം ഗതസ്മൃതി ഞാൻ എന്നെ മറന്ന് ജീവിക്കുകയാണെന്ന്. ഞാൻ ലോകം എല്ലാവരും അറിയും, എനിക്ക് എന്നെ അറിയില്ല എന്നെന്ന്. ഞാൻ എന്നെ എത്ര കഷ്ടം നിറഞ്ഞൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തിൻ്റെ എത്ര വലിയ കാര്യമോ അറിയാം, അവനവന് നമുക്ക് നമ്മളെ അറിയാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള നമ്മളെ അറിയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാര്യം? ഗതസ്മൃതി ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മറന്നുപോയിട്ട് വിന്ദതി അനുഭവിക്കുന്നു, തത്ര അത്രയും കാലം, താപാൻ ആസാദ്യ പല വിധത്തിലുള്ള ദുഃഖങ്ങളെ, ആസാദ്യ എന്ന് വെച്ചാൽ കുടുംബജീവിതം നയിച്ചുകൊണ്ട്, മൈഥുനം ഇണചേരൽ, അകാരം ഭവനം, അജ്ഞഹ എന്നിങ്ങനെയുള്ള അജ്ഞാനത്തിൽപ്പെട്ട് ഒരുപാട് ദുഃഖങ്ങളെ അനുഭവിക്കുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ചെറിയ ഈശ്വരാംശവും ഈശ്വരനെ കുറിച്ചൊക്കെ കുറേശ്ശെ നമ്മൾ അറിഞ്ഞു വന്നാൽ പോലും ഈ ജീവിക്കുന്നത് ഈ സുഖങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഈ പരിശ്രമം മാത്രം, അത് മിഥ്യയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ എന്തൊക്കെ നേടിയെടുത്താലും അവനെ അറിയാൻ സാധിച്ചില്ല. സ്വയം എന്താണെന്ന്, ഞാൻ ആരാണെന്നുള്ളത് മറന്നു പോയിട്ട് ഈ കുടുംബം, ഭാര്യ, സമ്പത്ത്, മക്കള് എന്നിങ്ങനെയുള്ള ഇണചേരൽ, ഭക്ഷണം കഴിക്കൽ, ഉറക്കം എന്നിങ്ങനെയുള്ള ഭൗതിക സുഖങ്ങളിൽ മാത്രം മൂടപ്പെട്ടിട്ട് അതിൽ നിന്നും വരുന്ന ദുഃഖങ്ങളെ അനുഭവിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നു. അതുമാത്രമല്ല അതിൻ്റെ ദോഷം, വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ വരികയും പോവുകയും പല പല ശരീരങ്ങളെ എടുത്ത് വന്നു പോകേണ്ടതായിട്ട് വരുന്നു. പിന്നെ എത്രയോ കാലം കഴിഞ്ഞ് ഏതോ ജന്മത്തിൻ്റെ പുണ്യം കൊണ്ടായിരിക്കും മോക്ഷത്തിന് കാരണമാകുന്ന ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ശ്ലോകം 8. പുംസഹ സ്ത്രീയഃ മിഥുനീഭാവമേദം തയോഃ മിഥോ ഹൃദയഗ്രന്ഥി ആഹോ അദോ ഗൃഹക്ഷേത്ര സുത ആപ്ത വിത്തൈഃ ജനസ്യ മോഹോ അയം അഹം മമ ഇതി. പുംസഹ സ്ത്രീയഃ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വളരെ ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ മിഥുനീഭാവമേതാ ഞങ്ങൾ ഒന്നാണെന്ന് അവർ ചിന്തിക്കും. അപ്പോൾ തയോഹോ മിഥോഹോ അവർക്കിടയിൽ യഥാർത്ഥത്തിൽ ഹൃദയഗ്രന്ഥി ഹൃദയങ്ങളാണ് അവരുടെ യഥാർത്ഥത്തിൽ അടുത്തിരിക്കുന്നത്, ആഹു എന്ന് പറയപ്പെടുന്നു. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും അവർ പറയുക ഞങ്ങൾ ഒന്നാണെന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് മഹർഷിമാർ പറയുന്നത്, അവർ രണ്ട് ശരീരമാണെങ്കിലും അവരുടെ ഹൃദയം അടുത്തിരിക്കുന്നു.
അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ വഴക്കിടുമ്പോൾ നമ്മുടെ തൊട്ടടുത്തായിരിക്കും, ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കിടുമ്പോൾ, ഇനി സുഹൃത്തുക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അച്ഛനമ്മമാരായിരിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഉറക്കെ ഷൗട്ട് ചെയ്ത പോലെയാണ് നമ്മൾ സംസാരിക്കുക. അതെന്തുകൊണ്ടാണ്? അത്ര ഉറക്കെ സംസാരിക്കേണ്ട, നമ്മുടെ തൊട്ടടുത്താണ് അവർ നിൽക്കുന്നത് അല്ലേ, അവർക്ക് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പക്ഷേ നമ്മൾ പോലും അറിയാതെ ശബ്ദമുയർത്തി ദേഷ്യം വരുന്ന വഴക്കിടുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിന് കാരണം ശരീരം അടുത്താണെങ്കിലും അവരുടെ മനസ്സുകൾ തമ്മിൽ വളരെ അകലെയാണ്. അതാണ് ആ വഴക്കിടുമ്പോൾ മനസ്സുകൾ അകലുന്നു. അതുകൊണ്ട് തൊട്ടടുത്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഉറക്ക സംസാരിക്കുന്നു, കാരണം മനസ്സുകൾ തമ്മിൽ അകന്ന് നിൽക്കുന്നു. അതേസമയം പരസ്പരം സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എങ്കിൽ അവർ ഒരുപാട് അകലെയാണെങ്കിൽ പോലും പതുക്കെ സംസാരിക്കുള്ളൂ, കാരണം അവരുടെ മനസ്സുകൾ തമ്മിൽ ഒരു ആംഗ്യഭാഷയിൽ പോലും ഈ ആൾ പറയുന്നത് മറ്റേ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ശബ്ദം പോലും വരണ്ട, ചുണ്ടനങ്ങുന്നത് കണ്ടാൽ തന്നെ പരസ്പരം സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കത് കേൾക്കാനും അറിയാനും സാധിക്കുന്നു. കാരണം അവരുടെ മനസ്സടുത്തിരിക്കുന്നു. മനസ്സുകൾ തമ്മിൽ അകന്നു കഴിഞ്ഞാൽ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മനസ്സിലാവില്ല. കാരണം അതാണ് ആ ശബ്ദമുയർത്തി സംസാരിക്കുന്ന ആളുകൾ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ശബ്ദമുയരാൻ കാരണം. ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വളരെ സ്നേഹത്തിൽ ഞങ്ങൾ ഒന്നാണ് എന്ന് പറയാൻ കാരണം, പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയമാണ് അടുത്തിരിക്കുന്നത്. അതോ ഇതിലൂടെ അങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ തോന്നുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അതിൽ നിന്നാണല്ലോ പിന്നീട് കുടുംബമൊക്കെ ഉണ്ടാവുന്നത്. അതിലൂടെ അധഃ ഗൃഹം, വീട്, ക്ഷേത്രം, സ്ഥലം, സുത, മക്കള്, ആപ്ത, ബന്ധുക്കള്, വിത്തൈ, സമ്പത്ത് എന്നിങ്ങനെ മോഹ അയം എന്നിങ്ങനെ വ്യാമോഹങ്ങളിൽ പെട്ട് അഹം ഇത് ഞാനാണ്, മമ ഇത് എൻ്റെയാണ്, ഇതി ഇപ്രകാരമുള്ള വ്യാമോഹങ്ങളിൽ ജനസ്യ മനുഷ്യർ പെട്ടുപോകുന്നു. അപ്പം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹം ഞങ്ങൾ ഒന്നാണെന്ന് എന്ന് തോന്നി തുടങ്ങുന്നു. ആ സ്നേഹം ആരംഭിക്കുമ്പോൾ അതോടെ അതിൽ നിന്ന് വീട്, സ്ഥലം, ഭാര്യ വേണം, മക്കൾ വേണം, ഭർത്താവ് വേണം, സമ്പത്ത് വേണം, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം, ഇതൊക്കെ എൻ്റെയാണ്, ഇത് ഞാനാണ്, ഈ ശരീരം ഞാനാണ്, ഇവരൊക്കെ ഈ കുടുംബാംഗങ്ങളൊക്കെ എൻ്റെയാണ് എന്നിങ്ങനെയുള്ള വ്യാമോഹം മനുഷ്യർക്ക് വരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ മനസ്സാണ് അടുത്തിരിക്കുന്നത്, ശരീരം രണ്ടാണെങ്കിലും. ഇനി എപ്പോഴാണ് ഇത് വിട്ടുപോകുന്നത് എന്നാണ് ശ്ലോകം 9 പറയുന്നത്. യഥാ മനോഹോ ഹൃദയ ഗ്രന്ഥി അസ്യ കർമ്മ അനുബന്ധോ ദൃഢ ആശ്ലധേത തഥാ ജനഃ സംപരിവർത്തതേ അസ്മാത് മുക്തഃ പരം യാതി അതിഹായ ഹേതും. യഥാ എപ്പോഴാണോ മനോഹൃദയഗ്രന്ഥി, ഈ മനസ്സുകൾ തമ്മിലുള്ള മനസ്സാകുന്ന ഹൃദയഗ്രന്ഥിയുടെ ഈ കെട്ട്, ഈ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ഹൃദയത്തിൻ്റെ കെട്ട് അസ്യ ഇത്തരക്കാരുടെ എന്ന് വെച്ചാൽ ഒരുമിച്ച് ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ആ ഹൃദയം ഒന്നായിരിക്കുന്ന ആ കെട്ട്, അതിനെ രണ്ടിനെയും കൂട്ടിയിണക്കുന്ന കെട്ട് സ്നേഹമാണല്ലോ. ആ കെട്ട് എപ്പോഴാണോ കർമ്മ അനുബന്ധ, കഴിഞ്ഞകാല ചെയ്തികളുടെ ആ കർമ്മഫലത്തിൻ്റെ ഫലമായിട്ട് ദൃഢ, വളരെ ശക്തമായ രീതിയിൽ ആശ്ലദേധ, ശിഥിലമായി പോകുന്നത്, തഥാ അപ്പോൾ ജനഹ മനുഷ്യർ സംപരിവർത്തതേ തിരിച്ചു വരുന്നു, അസ്മാത് ആ ഹൃദയക്കെട്ടിൽ നിന്നും, ആ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ കെട്ടിൽ നിന്നും അവർ തിരിച്ചു വരുന്നു. അങ്ങനെ യാതി അതിഹായ ഹേതു എന്ന് വെച്ചാൽ ഇതിനൊക്കെ കാരണമാകുന്നത് എന്താ? ഈ സ്നേഹം വേറൊരാളോട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ ശരീരം ഞാനാണ് എന്ന അഹം അല്ലേ, അതിഹായ യാതി, ആ ഒരു അഹം ചിന്ത, ഞാൻ ഈ ശരീരമാണ് എന്ന അഹംഭാവം അതോടെ ഇല്ലാതാവുകയും പരം മുക്ത, ആ പരമമായ മുക്തിയെ അവൻ പ്രാപിക്കുകയും ചെയ്യുന്നു. എപ്പോൾ ഈ കെട്ട്, അപ്പോൾ ഈ ഭൂമിയിലെ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഞങ്ങൾ ഒന്ന് എന്ന ആ മനസ്സിൻ്റെ കെട്ടുണ്ടല്ലോ, ഹൃദയത്തിൻ്റെ കെട്ട്, ഈ കെട്ടിൽ നിന്നാണ് സ്ഥലം മേടിക്കണം, വീട് വെക്കണം, ഭാര്യ ഉണ്ടാവണം, ഭർത്താവ് ഉണ്ടാവണം, മക്കളുണ്ടാവണം, അവർക്ക് വേണ്ടി സമ്പാദിക്കണം എന്നിങ്ങനെയുള്ള സുഖങ്ങൾക്ക് പിന്നാലെയുള്ള പറക്കം പാച്ചൽ ആരംഭിക്കുന്നത് അപ്പോഴാണ്. എന്നാൽ
എപ്പോൾ ഈ കെട്ട് വിടുന്നോ ഇവരൊന്നും ശാശ്വതമായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവില്ല, ഇവിടെ ശാശ്വതമായി ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുന്ന ഈ ഹൃദയങ്ങളുടെ ഈ കെട്ട് എപ്പോൾ പൊട്ടുന്നോ അപ്പോഴാണ് നമ്മൾ ഈ ഒരു മമത, അറ്റാച്ച്മെൻ്റ് ആകുന്ന ഈ ഒരു കെട്ടിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ഇതൊക്കെ എനിക്ക് ഉണ്ടാവാൻ കാരണം എന്താ, ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിച്ചോടത്താണ് എനിക്കൊരു ഇണ വേണം എന്ന് തോന്നിയത് അല്ലേ. ഞാൻ ആത്മാവാണെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, ഈ ലോകത്ത് മുഴുവൻ കാണുന്നത് എന്നെയാണ്, എന്നിൽ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന ഭാവമേ ഉള്ളൂ. എനിക്കൊരു ഇണ വേണം എന്ന് തോന്നുന്നില്ല. ഞാൻ ശരീരമാണെന്ന് ചിന്തിക്കുന്നിടത്താണ് കൂട്ട് വേണമെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു തോന്നൽ അതോടുകൂടി ഇല്ലാതാവുകയും അപ്പോൾ അതിന് കാരണം എന്താ, ഹേതു ഞാൻ ഈ ശരീരമാണെന്നുള്ള അഹംബോധം, ആ ബോധം തന്നെ ഇല്ലാതായി അത് നമ്മെ മുക്തിയിലേക്ക് നയിക്കുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടില്ലേ, ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമാവുക, ഭർത്താവ് ഭാര്യയെ അറിയാതെ സ്വന്തം സുഖം തേടി പോവുക, ഭാര്യ ഭർത്താവിനറിയാതെ സ്വന്തം സുഖം തേടി പോവുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ തളർന്നിരിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ കെട്ട് എന്ന് പൊട്ടുന്നോ ആ പൊട്ടുന്നിടത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, എനിക്ക് ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് എനിക്കൊരു കൂട്ട് വേണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിനെ വരുത്താൻ വേണ്ടിയാണ് ഈ നഷ്ടങ്ങളെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ മഹാബലി സമ്പാദിച്ച സർവ്വതും നഷ്ടപ്പെട്ടപ്പോഴാണ് മഹാബലിക്ക് മനസ്സിലായത് എല്ലാം ഈശ്വരൻ തന്നതായിരുന്നു എന്ന്. അപ്പോൾ ഈശ്വരൻ തന്ന ജീവിതം ഈശ്വരൻ തന്നെ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇതില്ലാതെയും ജീവിക്കാൻ എനിക്ക് കഴിയണം, ആ അറിവിലേക്ക് എന്നെ എത്തിക്കാനാണ്. ഇത് വേണം എനിക്ക്, ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത് എൻ്റെ ശരീരബോധമാണ്, അഹംബോധമാണ് അതിന് കാരണമെന്ന് തിരിച്ചറിവ്, അറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഭൗതിക സുഖങ്ങളൊക്കെ ഇവിടെ നഷ്ടപ്പെടുന്നത് എന്ന തിരിച്ചറിവിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സുഖങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ അതിലാർക്കും വേദന തോന്നില്ല എന്ന്. കാരണം അതൊരു തിരിച്ചറിവിൻ്റെ കാലമാണ്. ജീവിതത്തിൽ സന്തോഷമുള്ള കാലമുണ്ടല്ലോ, അതല്ല നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ മിത്രം. ദുരിതം അനുഭവിക്കുന്ന കാലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മിത്രം. അനുഭവം കൊണ്ട് പറയാണ്, ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കാലമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ നല്ല കാലം. ജീവിതത്തിൽ നമ്മൾ ദുരിതപൂർണമായി ജീവിക്കുന്ന കാലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നല്ല കാലം. അത് പറയാൻ കാരണം ആ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഇത് കുറയുള്ളൂ. അത് കുറയുന്നത് ശരിക്കും ആ ദുരിതങ്ങൾ എന്ന് പറയുന്നത് ബ്ലെസ്സിങ് ആണ്, ഭഗവാൻ തരുന്ന ബ്ലെസ്സിങ് ആണ്. കാരണം ആരാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് അവനാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. കാരണം ആ ദുഃഖമാണ് അവനെ ശരിയായ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. സുഖത്തിലിരിക്കുമ്പോൾ ആരും അതിലേക്ക് പോവില്ല. അതുകൊണ്ട് ഭൂമിയിലെ നല്ല കാലം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നല്ല കാലമല്ല. ഭൂമിയിലെ ദുരിതകാലം ജീവിക്കുമ്പോൾ ദുരിതകാലം എന്ന് പറഞ്ഞാൽ അതാണ് ഒരുവനെ മുക്തിയിലേക്ക്, അഹംബോധം ഇല്ലാതാക്കാനും അവനെ മോക്ഷത്തിലേക്ക് യോഗ്യനാക്കി തീർക്കുന്നതും. അതിനെ അതുപോലെ ഉപയോഗിക്കാനുള്ള വിവേക ബുദ്ധി നമുക്കുണ്ടാവണം. അവിടെ എല്ലാം ഇന്ന് നമ്മൾ കാണുന്നത് ദുരിതങ്ങൾ വരുമ്പോൾ ഡിപ്രഷനിലേക്ക് പോവുക, സ്വയം നശിക്കുന്നതാണ് കാണുന്നത്. അറിവില്ലായ്മയാണ് അതിന് കാരണം. ദുഃഖങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും വരുന്നത് ഞാൻ എന്ന അഹംബോധത്തെ അടിച്ചമർത്താൻ, ശമിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പുറത്ത് ഭഗവാൻ തരുന്ന, നമ്മുടെ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഭഗവാൻ തരുന്ന അടിയാണ് നമ്മൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും. മനസ്സിലായ? ആ എല്ലാം നഷ്ടപ്പെടുന്നിടത്ത് നിന്നാണ് നമ്മൾ ഈശ്വരാർപ്പണം ആരംഭിക്കുകയുള്ളൂ. ആ പോയിന്റിൽ എത്തുമ്പോഴേ ഈശ്വരനിൽ അർപ്പിക്കാൻ നമുക്ക് തോന്നുള്ളൂ. അതാണ് ആ ഒരു അവസ്ഥയിലേക്ക് മനസ്സെത്താൻ വേണ്ടിയാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് എന്ന് വിവേകത്തോടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദുരിതം നിറഞ്ഞ കാലമാണ് യഥാർത്ഥത്തിലുള്ള നല്ല കാലം എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി ശ്ലോകം 10 തൊട്ട് 13 വരെയുള്ള ശ്ലോകങ്ങൾ, 10, 11, 12, 13 അത് ഒരുമിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ അഹം ശമിക്കുക എന്ന് പറഞ്ഞില്ലേ, അഹം ശമിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചെറിയ നമ്മൾ അതിനുള്ള പരിശീലനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഞാൻ എന്ന അഹംബോധം, ഈ ശരീരത്തിൽ കാണുന്ന ശരീരമാണ് ഞാൻ എന്ന നമ്മുടെ അഹംബോധം ശമിക്കണം. അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ 4 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. ആദ്യം തന്നെ ശ്ലോകം വായിക്കാം, എന്നിട്ട് അർത്ഥം പറയാം.
ഹംസേ ഗുരൗ മയി ഭക്ത്യാ അനുവൃത്യ വിതൃഷ്ണയാ ദ്വന്ദ്വതിദീക്ഷയാ ച സർവത്ര ജന്തോഃ വ്യസന അവഗത്യ ജിജ്ഞാസയാ തപസാ ഇഹ നിവൃത്യ മത് കർമ്മഭിഃ മത് കഥയാ ച നിത്യം മത് ദേവസംഗാത് ഗുണകീർത്തനാത് മേ നിർവൈരഃ സാമ്യഃ ഉപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹ ആത്മബുദ്ധേഃ അധ്യാത്മയോഗേന വിവിക്തസേവയാ പ്രാണേന്ദ്രിയ ആത്മ അഭിജയേന സദ്രിക് സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം സർവത്ര മദ്ഭാവ വിചക്ഷണേന ജ്ഞാനേന വിജ്ഞാന വിരാചിതേന യോഗേന ധൃതി ഉദ്യമ സത്വം യുക്താഹ ലിംഗം വ്യബോഹേത് കുശലഃ അഹം ആഖ്യം. ഇനി അതിനുള്ള അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ജീവിതത്തിൽ ഇതിനെ കേട്ടതല്ലാതെ ജീവിതത്തിൽ കുറേശ്ശെ ഇതിനെ പരിശീലിക്കാനും കൂടി ശ്രമിക്കുക. ഋഷഭദേവൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്, ലോകർക്ക് വേണ്ടിയാണ് ഋഷഭദേവൻ ഈ ഉപദേശം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും 25 കാര്യങ്ങളോളം പറയുന്നുണ്ട് ഇവിടെ അഹം ശമിക്കാനായിട്ട്. ഹംസേ, അതായത് അറിവുള്ള വിവേകമുള്ളവർ ചെയ്യുന്നത്, ഗുരൗ മയി ഞാനാകുന്ന ഗുരുവിൽ ഭക്ത്യ പൂർണ്ണ ഭക്തിയോടെ അനുവൃത്യ അതായത് ഇടതടവില്ലാതെ ആ ഗുരുവിനെ സേവിക്കുക. അതായത് നല്ല രീതിയിൽ ഗുരുവിനെ ഈശ്വരനാകുന്ന എന്നെ, ഭഗവാനാകുന്ന എന്നെ ഗുരുവായി കാണുക. എന്നിട്ട് ഗുരുവിനെ നിരന്തരം സേവിക്കുക. കുറച്ച് നാൾ 4 ദിവസം ചെയ്തു, 5 ദിവസം വിട്ടു, അങ്ങനെയല്ല, നിരന്തരം സേവിക്കുക. ഇനി വിതൃഷ്ണയ, ഭൗതിക വിഷയങ്ങളിൽ തൃഷ്ണയില്ലാതെ, അതായത് ഒരു വിരക്തിയോടുകൂടി, വിരക്തി എന്ന് വെച്ചാൽ അത്രയധികം ഇങ്ങനെ സുഖങ്ങൾക്ക് പിന്നാലെ പായാതിരിക്കുക. തിദീക്ഷയ, ദ്വന്ദ്വം, രണ്ടിലും തിദീക്ഷാഭാവം, അതായത് സുഖത്തിലും ദുഃഖത്തിലും സമചിത്തമായി മനസ്സിനെ പിടിച്ചു നിർത്തുക. ഇന്ന് സുഖം വരും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ദുഃഖം നിറഞ്ഞ വാർത്തയായിരിക്കും കേൾക്കുക, അല്ലെങ്കിൽ നാളെ ദുഃഖം നിറഞ്ഞതായിരിക്കും, അടുത്ത ദിവസം സുഖമായിരിക്കും. സുഖം വന്നാലും ദുഃഖം വന്നാലും മനസ്സിനെ തുല്യമായി അതിനെ എന്താ പറയുക, അനുഭവിക്കാൻ പഠിക്കുക. അതായത് സുഖം വരാൻ നമ്മൾ പ്രയത്നിക്കാതെ നമ്മളിലേക്ക് സുഖം വരുന്നു, അതുപോലെ തന്നെ ദുഃഖം വരാനും നമ്മളിലേക്ക്, നമ്മൾ ആരും ദുഃഖം വരാൻ പ്രയത്നിച്ചിട്ടല്ല, എന്നിട്ടും ദുഃഖം വരുന്നുണ്ടെങ്കിൽ അത് ഈശ്വര നിശ്ചയമാണ്. ഈശ്വരനാണ് എൻ്റെ സുഹൃത്തെങ്കിൽ ആ ദുഃഖം എനിക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കി സുഖത്തെയും ദുഃഖത്തെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യുക, കടത്തിവിടുക. ഇനി സർവത്ര ജന്തോഹോ, എല്ലാ ജീവജാലങ്ങളും വ്യസന അവഗത്യ, ദുഃഖവും ദുരിതവും വ്യസനവും ഒക്കെ അനുഭവിക്കുന്നുണ്ട്, ഞാൻ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ജിജ്ഞാസയാ, എനിക്ക് ഞാൻ ആരാണ് എന്ന് അറിയണമെന്ന ഒരു ജിജ്ഞാസ, ആ ഒരു ആഗ്രഹമുള്ളിലുണ്ടായി. തപസ ഇഹ നിവൃത്യ, അതായത് തപസ, ആ ഒരു തപശ്ചര്യ അനുഷ്ഠിക്കാന്ന് വെച്ചാൽ ഈശ്വരാർപ്പിതമായി കർമ്മം ചെയ്തുകൊണ്ട്, ഇഹ നിവൃത്യ എന്ന് വെച്ചാൽ ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള ഉദ്യമങ്ങൾ ഉപേക്ഷിക്കുക എന്ന്. ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇരിക്കുന്നത് ഉപേക്ഷിക്കുക. അത് പൂർണ്ണമായി ഉപേക്ഷിക്കാനല്ല, ജീവിക്കണം, പണിയെടുക്കണം, പൈസ വേണം, എല്ലാം വേണം, ഭക്ഷണം നല്ലത് കഴിക്കണം, എല്ലാ സുഖങ്ങളും, വിശ്രമം വേണം, ഉറങ്ങണം, ഇതൊക്കെ വേണം, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് കരുതാതിരിക്കുക. അതാണ് ഇഹാ നിവൃത്യ. ഈ ലോക ജീവിതത്തിൽ ഭൗതിക സുഖം മാത്രമായിട്ട് ജീവിക്കണമെന്ന് കരുതാതിരിക്കുക. തപസ, കർമ്മത്തെ ഈശ്വരാർപ്പിതമായി അനുഷ്ഠിക്കുക. ഇതാണ് ആദ്യത്തെ ശ്ലോകം. അപ്പോൾ ഭഗവാനെ ഗുരുവായി കണ്ടിട്ട് ഭഗവാനെ സേവിക്കുക. ഈ ലോകത്ത് കാണുന്ന ഭൗതിക വിഷയങ്ങളോടുള്ള ആസക്തി ഒന്ന് നിയന്ത്രിക്കുക. സുഖം വന്നാലും ദുഃഖം വന്നാലും മനസ്സിനെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുക. എല്ലാ ജീവജാലങ്ങളും ഈ ലോകത്ത് ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാൻ ആരാണ് എന്ന്, യഥാർത്ഥത്തിൽ ഞാൻ ആര് എന്ന് അറിയാൻ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുക. ഈശ്വരാർപ്പിതമായി കർമ്മം ചെയ്യുക. ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാതിരിക്കുക. ഇനി 2, മത് കർമ്മഭി, ഭഗവാനിൽ അർപ്പിച്ച് എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിക്കുക. മത് കഥയാ നിത്യം, എന്നും എൻ്റെ കഥകളെ ഇങ്ങനെ, ഭാഗവത കഥകളെ ഇങ്ങനെ കേൾക്കാൻ ഒരു അവസരമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. മത് ദേവസംഗാത്, എൻ്റെ നിഷ്കളങ്ക ഭക്തന്മാരുമായിട്ടുള്ള സമ്പർക്കത്തിലിരിക്കുക. ഗുണകീർത്തനാത് മേ, എൻ്റെ ഗുണകഥകളെ ഇങ്ങനെ കീർത്തിക്കുക. നിർവൈരഹ, ആരോടും ഒരു വെറുപ്പോ വിദ്വേഷമോ ഇല്ല
ഇല്ലാതിരിക്കുക. സാമ്യഹ എല്ലാവരെയും തുല്യമായി കാണുക. ഉപശമീന ശാന്തമായിട്ടിരിക്കുക. പുത്ര അല്ലയോ പുത്രന്മാരെ, ഈ ലോകത്തിനോടാണ് പറയുന്നത്, അല്ലയോ പുത്രന്മാരെ, ദേഹം ഗേഹം ഈ ശരീരം, ഗേഹം വീട് എന്നിങ്ങനെയുള്ള ചിന്തകളെ ആത്മബുദ്ധേ ആത്മാവാണ് ഞാൻ എന്ന ബുദ്ധിയിൽ ഇരുന്നു കൊണ്ട് ജിഹാസയ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിക്കുക. ഭഗവാന്റെ കഥകളെ നിത്യവും കേൾക്കുക. ഭഗവാനിൽ നിഷ്കളങ്ക ഭക്തിയുള്ള സജ്ജനങ്ങളുമായി സമ്പർക്കത്തിലിരിക്കുക. ഭഗവത് കഥകളെ കീർത്തിക്കുക. ആരോടും ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഇല്ലാതിരിക്കുക. സാമ്യം തുല്യമായിട്ട് കാണുക. ഇതെൻ്റെ ആൾക്കാർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, മറ്റോരൊന്നും എനിക്ക് അത്ര പ്രിയമില്ല, അങ്ങനെയല്ല, എല്ലാവരെയും തുല്യമായി കാണുക. അതുപോലെ അല്ലയോ പുത്രന്മാരെ, അതുപോലെ ശരീരമാണ്, ഇതെൻ്റെ വീടാണ് എന്നിങ്ങനെയുള്ള ചിന്തകളെ ആത്മബുദ്ധിയോടുകൂടി ഇതിനെയൊക്കെ ഉപേക്ഷിക്കുക. ഞാൻ ആത്മാവാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യുക. അനുഭവിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും ആദ്യം ഒന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യുക. ഇനി അധ്യാത്മയോഗേന വേദം, ഈ ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ വേദ പഠനങ്ങളിലൂടെ വിവിക്ത സേവയാ ആ ഭഗവാനെ സേവിക്കുക. ഇനി പ്രാണ ഇന്ദ്രിയ ആത്മ അഭിജയേന, അതായത് പ്രാണൻ വിവിക്ത സേവയാന്ന് വെച്ചാൽ വിജനമായ സ്ഥലത്ത് വസിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം പറയുന്നത്, അതായത് ഒരുപാട് തിക്കും തിരക്കും ലഹളകളും ഒക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക. പരമാവധി ശാന്തമായ സ്ഥലങ്ങളിൽ കഴിയാൻ ശ്രമിക്കുക. പിന്നെ അതായത് പ്രാണവായുവിനെ, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ ഒക്കെ നിയന്ത്രിക്കുക. ശ്രദ്ധയോടെ അതിനെ ആത്മനിയന്ത്രണം, അതിനെ നിയന്ത്രിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിറ്റേഷനൊക്കെ ചെയ്ത് അതിനെ നിയന്ത്രിക്കുക. സത്ശ്രദ്ധയാ നല്ല ശ്രദ്ധയോടുകൂടി ബ്രഹ്മചര്യേന ശശ്വത് എപ്പോഴും ബ്രഹ്മത്തിൽ ചരിക്കാൻ ശ്രമിക്കുക. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ ചരിക്കാൻ ശ്രമിക്കുക. ആ ബ്രഹ്മമാണ് ഞാൻ എന്നറിഞ്ഞ് ആ ഒരു സങ്കല്പത്തിൽ ഇരിക്കാൻ എപ്പോഴും ശ്രദ്ധയോടെ ശ്രമിക്കുക. പിന്നെ അസംപ്രമാദേന, അതായത് പരിഭ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭ്രമിച്ചുകൊണ്ടല്ലാതെ യമേന വാചം ശാന്തമായി സംസാരിക്കുക. അതായത് സംഭ്രമരഹിതമായി എന്ന് വെച്ചാൽ അറിയാലോ, ആ ഒരു തിക്കും തിരക്കടിച്ച് ഉറക്കം ഒളിയിട്ടിട്ടൊക്കെയുള്ള സംഭാഷണം നിയന്ത്രിച്ചിട്ട് ശാന്തമായി വാചം സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വേദപഠനങ്ങൾ നടത്താൻ ശ്രമിക്കുക. വിവിക്ത സേവയാ ശാന്തമായ സ്ഥലങ്ങളിൽ ഇരിക്കാൻ ശ്രമിക്കുക. പ്രാണവായുവിനെ, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെയൊക്കെ ശ്രദ്ധയോടെ നിയന്ത്രിക്കാൻ പഠിക്കുക. അതിന് മെഡിറ്റേഷൻ, യോഗാഭ്യാസങ്ങൾ സഹായിക്കും. പിന്നെ നല്ല ശ്രദ്ധയോടെ എപ്പോഴും ബ്രഹ്മത്തിൽ ആത്മാവാണ് ഞാൻ എന്നതിൽ ചരിക്കാൻ ശ്രമിക്കുക. സംഭ്രമം പിടിച്ചതല്ലാതെ ശാന്തമായ രീതിയിൽ സംസാരിക്കാൻ ശീലിക്കുക. ഇനി സർവത്ര മദ്ഭാവ, എവിടെ നോക്കിയാലും എപ്പോഴും ഏത് സാഹചര്യത്തിലും എന്നെക്കുറിച്ച് ചിന്തിക്കുക. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും, നല്ലത് വന്നാലും ചീത്ത വന്നാലും അതിലൊക്കെ എന്നെക്കുറിച്ച് ചിന്തിക്കുക. വിചക്ഷണേന എന്നെ കാണുക എന്ന്, എല്ലാത്തിലും നല്ലതിലും ചീത്തതയിലും എന്നെ കാണുക. അപ്പോൾ ഇത് നല്ലത് ഇത് ചീത്ത എന്ന വേർതിരിവ് അങ്ങനെ കാണുന്നവനുണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിലും എന്നെ കാണുക, എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് ജ്ഞാനേന ആ ജ്ഞാനത്തെ നേടിയിട്ട് വിജ്ഞാന ആ ജ്ഞാനത്തെ പ്രായോഗിക തലത്തിൽ പ്രയോഗിക്കുക. അതായത് ആ ജ്ഞാനത്തെ പ്രയോജനത്തിൽ കൊണ്ടുവന്ന് അതിലൂടെ ജീവിക്കുക. അങ്ങനെ വിരാജിതേന അങ്ങനെ പ്രകാശിക്കുമ്പോൾ യോഗേന ഈശ്വരനുമായുള്ള ആ യോഗത്തിൽ ധൃതി ധൈര്യം വർദ്ധിക്കും, ഉദ്യമം ഉത്സാഹം വർദ്ധിക്കും, സത്വം യുക്ത വിവേകബുദ്ധിയും സത്വഗുണവും വർദ്ധിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ കുശലഹ ആ മംഗളപൂർണമായ അഹം ആഖ്യം, അഹം എന്നു പേരുള്ള ലിംഗം, ആ ശരീരബോധം വ്യബോഹേത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാകും എന്ന് മനസ്സിലായ. അപ്പോൾ ആ ശരീരബോധം എന്ന അഹംബോധം ശമിക്കാൻ ചരിക്കേണ്ട അതിന് സഹായിക്കുന്ന കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. ഭഗവാനിൽ നിത്യവും എപ്പോഴും സേവിക്കുക, ഗുരുവായി കണ്ടിട്ട് മറ്റു ഭൗതിക വിഷയങ്ങളോടൊരു വിരക്തി
അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കുക, സുഖത്തിലും ദുഃഖത്തിലും തിതീക്ഷാഭാവത്തോടെ കഴിയുക. എല്ലാ ജീവജാലങ്ങളും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ എന്ന യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്നറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവുക. ഭഗവാനിൽ അർപ്പിതമായി കർമ്മം ചെയ്യാനുള്ള തപസ്സായി അനുഷ്ഠിക്കുക. ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ മാത്രമായിട്ട് പായാതിരിക്കുക. മത് കർമ്മഭി, സകല കർമ്മവും ഭഗവാനിൽ സമർപ്പിക്കുക. ഭഗവാന്റെ കഥകൾ നിത്യവും കേൾക്കുക. ഭഗവത് ഭക്തരുമായിട്ട് സമ്പർക്കത്തിലിരിക്കുക. ഭഗവത് കഥകളെ കീർത്തിക്കുക. ആരോടും ഒരു വൈരാഗ്യമില്ലാതിരിക്കുക. എല്ലാവരെയും തുല്യമായി കാണുക. അതോടൊപ്പം ഇത് ശരീരമാണ്, ആ ശരീരത്തിന് ഇതെൻ്റെ വീടാണ്, ആ അഹം എന്നിങ്ങനെയുള്ള ചിന്തകളെല്ലാം ആ ഒരു ആത്മബുദ്ധിയിൽ നിന്നുകൊണ്ട് ഉപേക്ഷിക്കുക. പിന്നെ വേദപഠനങ്ങളൊക്കെ അതിനോടൊപ്പം തുടരുക. ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കുക. പ്രാണവായുവിനെ, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുക. ശ്രദ്ധയോടെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. അതോടൊപ്പം വാക്കുകളും, ശാന്തമായ വാക്കുകളും സംസാരിക്കാൻ പഠിക്കുക. ഇനി സർവത്ര എല്ലായ്പ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുക. ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എല്ലായിടത്തും, തൂണിലും തുരുമ്പിലും ചവിട്ടി നടക്കുന്ന ഒരു മൺതരിയിൽ പോലും ഭഗവാനാണ് എന്ന് കാണുക. അങ്ങനെ ജ്ഞാനം നേടുമ്പോൾ ആ ജ്ഞാനത്തെ വിജ്ഞാനമാക്കി മാറ്റുക. ജ്ഞാനം നേടിയാൽ മാത്രമല്ല, അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് വിജ്ഞാനം, അനുഭവിച്ചറിയുമ്പോഴാണ് അത് വിജ്ഞാനമാകുന്നത്. അങ്ങനെ പ്രകാശിച്ചു കഴിഞ്ഞാൽ ആ യോഗത്താൽ ഈശ്വരനുമായി യോഗം ചേരുന്നതോടെ അവന് ധൈര്യം വരും. എവിടെന്നുമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ ഉള്ളതിനേക്കാൾ ധൈര്യം അവനതോടെ വരുന്നു. അവൻ്റെ ഉണർവ് വരുന്നു. അവനിൽ സത്വഗുണവും വിവേകബുദ്ധിയും വർദ്ധിക്കുന്നു. അതോടെ അഹം എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ശരീരബോധം പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ ശരീരബോധം ശമിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത സത്സംഗത്തിൽ.